നിങ്ങൾ അറിഞ്ഞായിരുന്നു അതിരാവിലെ തന്നെ മഞ്ഞ വെളിച്ച മുഖത്തേക്ക് അടിച്ചപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തോണ്ട് ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് പോവാണ്. ഓട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചെറുക്കന്റെ പഴയ തറവാട്ടിലേക്കാണ്. അതെ, ന്യൂ ഇന്ത്യയുടെ കൂടെയാണ് നമുക്ക് ഇന്ന് ഓട്ടം. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതികൊടൂരമായി. പട്ടാപ്പാകയിൽ തോർത്തൊക്കെ കൊടുത്ത് നടു റോഡിൽ നിന്ന് വണ്ടി കഴിയുന്ന രമണൻ സാറിനെയും അസിസ്റ്റന്റിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോഴേക്കും ആളെടുക്കുന്നതിന് വേണ്ടി വഴി പറഞ്ഞു തരാൻ ന്യൂ ഇന്ത്യയുടെ മുതലാളിയും എത്തിയിരുന്നു. അങ്ങനെ പുള്ളിക്കാരന്റെ പിന്നാലെ ആളെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാടും മലയും താണ്ടി നമ്മൾ പുറപ്പെട്ടു. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും കല്യാണ വീടിന്റെ അന്തരീക്ഷം ഉണർന്നെഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നതേ ഉള്ളൂ. അങ്ങനെ ന്യൂ ഇന്ത്യയുടെ വണ്ടിയും നമ്മുടെ വണ്ടിയും കൂടെ ആളൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ കല്യാണ ഓട്ടം പുറപ്പെട്ടു. പന്നിയോട് ഇന്ന് തൃപ്പരപ്പിന് അടുത്തുള്ള ഒരു മണ്ഡപം വരെയാണ് നമുക്ക് ഇന്നത്തെ ഓട്ടം. ഇന്നത്തെ ഡ്രൈവിംഗ് ഡ്യൂട്ടി ആദ്യം മുതൽ അവസാനം വരെ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നെട്ട ഡാമിന്റെ സമീപത്തുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ റൂട്ട് എന്റെ പൊന്നെ വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് മണ്ഡപത്തിൽ അപ്പോഴാണ് വണ്ടി ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് പാർക്കിംഗ് ഇല്ല എന്നുള്ള നഗ്നമായ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ നമ്മൾ കേരളത്തിൽ കണ്ട ബ്ലോക്കിനെക്കാളും വലിയൊരു ബ്ലോക്ക് നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നുണ്ടാക്കി. ഏകദേശം ഒരു അരമണിക്കൂർ ഈ ജംഗ്ഷനെ നമ്മൾ അങ്ങ് സ്തംഭിപ്പിച്ചു. ശേഷം റോഡിന്റെ സൈഡിൽ തന്നെ രണ്ട് വണ്ടികളും നമ്മൾ അങ്ങ് പാർക്ക് ചെയ്യും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ ബ്ലോക്ക് ഒന്നുമില്ല, രണ്ട് വണ്ടികളും കൂടെ ഉണ്ടാക്കി. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ന്യൂ ഇന്ത്യയുടെ മുതലാളി നമ്മളെ വിളിച്ചുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്ന വഴിക്കാണ് ആ കാര്യം സംഭവിച്ചത്. അപ്പു സാറിനെ DJ രമണൻ സാർ വല്ലാണ്ടങ്ങ് വളച്ചെടുത്തു. അങ്ങനെ എല്ലാവരുടെയും ക്ഷീണം മാറിയത് ഓരോ തമിഴ്നാട് സ്റ്റൈലിലെ ചായ കുടിച്ചപ്പോഴാണ്. സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ മണ്ഡപത്തിൽ പോയപ്പോഴാണ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വേറെ പയ്യന്മാർ കയറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. നമ്മുടെ വണ്ടിയുടെ കുട്ടി ആരാധകരൊക്കെ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കേരള സ്റ്റൈൽ സദ്യ കൂടെ കഴിച്ചപ്പോൾ സംഭവം കുശാലേ. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ ക്രിമേഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ വണ്ടി എടുത്ത് പാർക്കിങ്ങിന്റെ അകത്തേക്ക് കയറ്റാനുള്ള ശ്രമം തുടങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മളതങ്ങ് സാധ്യമായി. കഷ്ടപ്പെട്ട് നമ്മൾ വണ്ടി അകത്ത് കയറ്റിയപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ വന്ന് വണ്ടിയിൽ കയറ്റിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ആളിറക്കിയപ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ വന്ന പയ്യമ്മക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പു സാർ വോക്കൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വാടക വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് തിടുക്കപ്പെട്ടാണ് പോകുന്നത്. നമ്മുടെ ചെറുക്കിന്റെ ബൈപ്പാസിൽ കൊണ്ട് ഒതുക്കിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഞാൻ വരുന്നതും കാത്ത് ബ്ലൂ ഡയമണ്ടിന്റെ 34 സീറ്റ് ബസ് നമ്മളെയും കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അനന്തനും ചാടനും കൂടെ നേരത്തെ തന്നെ വന്ന് സ്നാക്സ് ഒക്കെ വണ്ടിയിൽ കയറ്റിയതുകൊണ്ട് ആ പണി എളുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും തബല സാർ വണ്ടി ഓണാക്കി നമ്മൾ നേരെ ആളെടുക്കാൻ വേണ്ടിയിട്ട് പോകും. നമുക്കിന്ന് BNB കോളേജിലെ പിള്ളേരെയും കൊണ്ട് പാക്കേജ് ട്രിപ്പ്. നമ്മുടെ സ്വന്തം ടൂർ പാക്കേജിൽ BNB കോളേജിലെ പിള്ളേരെയും കൊണ്ട് ബ്ലൂ ഡയമണ്ടിന്റെ 34 സീറ്റിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പാക്കേജിന്റെ പേരിൽ ലൈറ്റ് കത്തുന്ന ബോർഡ് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അഭിഷേക് സാർ വഴിയിൽ കാത്തു. അങ്ങനെ ബോർഡൊക്കെ വാങ്ങിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ച് ലൈറ്റും കത്തിച്ച് നമ്മൾ നേരെ പോവുക. ഞാനൊന്ന് ഉറങ്ങി അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ നേരെ വയനാട് ഫ്രഷപ്പിനെത്തി. ബാക്കി നാളെയാണ് കേട്ടോ.